ഇതാണ് തവക്കൽ റഹ്മാന്റെ ദർഗ. ശരി, നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ അനുമതിയുണ്ടോ? അനുമതിയില്ലാതെ അകത്തേക്ക് പോയാൽ എല്ലാവരും മരിച്ചു പോകും. നിങ്ങളുടെ ഈ ഇഡലി കഴിച്ച മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അകത്തേക്ക് പോകാനുള്ള അനുമതിയില്ലെന്ന്. എനിക്ക് കുറച്ചുകൂടെ പൈസ താ, ഞാൻ നിങ്ങളകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ആഹാ, ഇത് കൊള്ളാലോ. ഇന്ന് ഇവരെ ഞാൻ ഒരുപാട് പറ്റിക്കും. വാ വാ എന്റെ കൂടെ. യാ അല്ലാ, റഹ്മാൻ മരിച്ചുപോയി. അയ്യോ അയ്യോ, അന്യായം സംഭവിച്ചിരിക്കുന്നു. റഹ്മാൻ സാം. ആദിശേഷന്റെ തോലാണിത്. അപ്പോ ആ ആദിശേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ അവനാണ് ഇയാളുടെ മരണത്തിന് കാരണം. അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്ക് മുന്നേ ഇവിടെ ആരാണ് വന്നതെന്ന് നിങ്ങൾക്കറിയൂ? എനിക്കറിയാം. രണ്ടുപേരാ അവരിങ്ങോട്ട് വന്നിരുന്നു. അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? ശിവാനി, ഇന്ന് സൂര്യൻ പശ്ചിമഭാഗത്ത് ഉദിച്ച പോലെ തോന്നില്ലേ? അതെന്താ? ഒന്നുമില്ല, ജീവിതം ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന പോലെ. കാറ് മുന്നോട്ട് പോവാണെങ്കിലും ജീവിതം പുറകോട്ട് പോവാന്നൊരു തോന്നല്. എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. ആണുങ്ങളുടെ മനസ്സിൽ ഓരോന്നും തോന്നിപ്പിക്കുന്നവർക്കൊന്നും തോന്നില്ല. ഞാൻ കേട്ടില്ല. ഒന്നുമില്ല, ഇന്ന് വെതർ നല്ല കൂളായിട്ടിരിക്കുന്നുണ്ടല്ലേ? എന്തോ നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. ആണോ? തണുപ്പ് തോന്നുന്നുണ്ടോ? എന്താ വണ്ടി നിർത്തിയേ? അത് സ്വർഗം കണ്ടതുപോലെ തോന്നി. ശിവാനി, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ടായിരുന്നു, പക്ഷെ നീ എല്ലാം ശരിയാക്കിയില്ലേ? നിന്റെ എല്ലാം ശരിയായപ്പോഴേക്കും എന്റെ ഒക്കെ കൈവിട്ടു പോയി. എന്താ പറ്റിയേ? അത് പറയാൻ പറ്റില്ല. തൃശ്ശൂർ പുറത്തുള്ള കാഴ്ചകൾ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒരു ചെറുക്കനെ നശിപ്പിക്കാനുള്ള എല്ലാം ഉണ്ട് പുറത്ത്. നിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ സമയം പോകുന്നത് അറിയേയില്ല തൃശ്ശൂർ. എന്റെ മനസ്സ് എത്ര സന്തോഷത്തിലാണെന്നറിയോ? നിന്നോട് ഒരുപാട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട്. നിന്റെ സംസാരം കേട്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. നിന്റെ കൂടെ കറങ്ങാൻ പോണോന്ന് തോന്നുന്നുണ്ട്. കൊറേ കറങ്ങി നടന്ന് ക്ഷീണിക്കുമ്പോ നീ എന്നെ എടുത്തോണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശിവാനി, സ്റ്റോപ്പ്. എന്തു പറ്റി? നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതൊന്നും ശരിയല്ല. അതെന്താ തൃശ്ശൂർ? എനിക്ക് മനസ്സിൽ തോന്നിയതല്ലേ പറഞ്ഞത്. പറഞ്ഞപ്പോ എന്താ? നോക്ക് ശിവാനി, നമുക്കിടയിൽ ഡൈവോഴ്സ് എന്ന വേലയുള്ളതുകൊണ്ട് ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാ. വെറുതെ എന്നെ വീണ്ടും പഴയ പോലെ ആക്കി മാറ്റരുത്. അതെ, പക്ഷെ തൃശ്ശൂർ, നമ്മളിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ. ശിവാനി,
എന്നെ ഒന്ന് നുള്ളിക്കേ. എന്തിനാ? ഒന്ന് നുള്ളാനല്ല പറഞ്ഞേ, നുള്ള്. സ്വപ്നമല്ല, അപ്പൊ സത്യം തന്നെയാ. ദൈവമേ, ഇത് ശരിക്കും ശിവാനി തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് ആലോചിക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതല്ല. തൃശൂർ നോക്കി, ഈ സ്ഥലം കാണാൻ എന്ത് ഭംഗിയാ. നമുക്ക് ഇറങ്ങിയിട്ടൊരു സെൽഫി എടുത്താലോ? സെൽഫിയോ? വാ വാ. അയ്യോ ദൈവമേ, എന്റെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ദൈവമേ, ശിവനെ, ഈ സീതയുടെ ഹാർട്ടിൽ എന്താണ് വെച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എത്ര പെട്ടെന്ന് ചേഞ്ച് ആയി നോക്കി. തൃശൂൽ, ആ ദേ വരുന്നു. തൃശൂൽ, അടുത്തേക്ക് വാ. തൃശൂൽ, നീ ഭയങ്കര അൺറൊമാൻറ്റിക് ആണല്ലേ? എന്താ അങ്ങനെ തോന്നാൻ? പിന്നല്ലാതെ, ഭാര്യയുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോ ഇത്ര ദൂരെ പോയി മാറി നിൽക്കോ? പിന്നല്ലാതെ. അടുത്തേക്ക് ചേർന്ന് നിന്ന് ഭാര്യയുടെ തോളിലേക്ക് കൈ ഇങ്ങനെ വെച്ച് ചേർത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണം. ഇങ്ങോട്ട് നോക്ക്, ചിരിച്ചേ. കുറച്ച് നന്നായിട്ടൊന്ന് ചിരിക്കേ. ആഹാ, നന്നായിട്ടുണ്ട്. എന്റെ കൺട്രോൾ പോകുന്നല്ലോ. മിക്കവാറും ഞാൻ തട്ടിപ്പോവും. അച്ഛനോട് പറഞ്ഞ് ഒരു ഇൻഷുറൻസ് എടുപ്പിക്കേണ്ടി വരും. എന്തിനാ നീ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്? എന്താ പറ്റിയത്? മകനെയും മരുമകളെയും പുറത്ത് കറങ്ങാൻ പറഞ്ഞു വിട്ടിരിക്കേ. ഇപ്പൊ അവരെവിടെയായിരിക്കോ എന്തോ. അവരെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ ആവോ, ഒന്നും അറിയില്ല. എന്താ, നിന്റെ ഫോണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ഞാൻ അവരെ വിളിച്ചു നോക്കണ്ടെന്ന് നിന്നോട് പറഞ്ഞോ, അതോ വേറെ ആരെങ്കിലും പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാന്നാ വിചാരിച്ചത്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. നീ വിളിച്ചു നോക്ക്, ഞാൻ അവരെ പിന്നെ വിളിച്ചോളാം. മകനോട് കുറച്ചുനേരം സംസാരിക്കാൻ പോലും സമയമില്ല നിങ്ങൾക്ക്. ഇതൊക്കെ തന്നെയാ എന്റെ ഇപ്പോഴത്തെ ടെൻഷനും. എന്റെ കൂടെ നിങ്ങളും സംസാരിക്കണം. ഇങ്ങ തന്നെ, ഞാൻ വിളിച്ചു നോക്കാം. ഹലോ അച്ഛ. അച്ഛനല്ല മോനെ, അമ്മയാ വിളിക്കുന്നത്. വീഡിയോ കോൾ ആണ് ചെയ്തിരിക്കുന്നേ. ഓ ഹായ് അമ്മേ. പറയാമേ. എന്താ നീ ഇങ്ങനെ വേർക്കുന്നത്? എന്തു പറ്റിയടാ? അമ്മേ, അത് ഇവിടെ ടെമ്പറേച്ചർ സ്വല്പം കൂടുതലല്ലേ, അതുകൊണ്ടാ. ഈ മഴക്കാലത്ത് ഇത്രയും വേർക്കുന്നു? അത് അമ്മേ, അത് പിന്നെ മനസ്സിലായി എനിക്ക്. അതിരിക്കട്ടെ, നിങ്ങൾ അവിടെ എത്തിയോടാ? ഇതുവരെ എത്തിയിട്ടില്ലമ്മേ, പോയിക്കൊണ്ടിരിക്കുക. ശരി, സൂക്ഷിച്ചു പോണേ മോനെ. നിക്ക്, ഞാൻ നിന്റെ അച്ഛന്റെ ഈ ഫോൺ കൊടുക്കാം. നീ സംസാരിക്കുന്നേ, ഞാൻ പിന്നെ സംസാരിക്കേ. ഹായ് അച്ഛ, സുഖമായിട്ടിരിക്കല്ലേ? മിസ് യു. അച്ഛ, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കപ്പോ ഇനിയൊരു 200 കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞാ റീച്ച് ആവും ഞങ്ങള്. അച്ഛ, ഇവിടെ മഴ പെയ്യാൻ പോകുന്ന പോലെയാ. അവിടുത്തെ അവസ്ഥ എന്താ? ഇല്ല. അച്ഛ, സുഖമില്ലേ? എന്തെങ്ങനെ വല്ലാതിരിക്കുന്നേ? ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല. ഐ എം ഫൈൻ. എന്നോട് കാര്യങ്ങളൊന്നും ശരിക്കും തുറന്ന് പറയുന്നില്ലെന്ന് തോന്നുന്നു. എന്നൊന്ന് നോക്കുന്ന പോലുമില്ല അച്ഛൻ. നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഹായ് അങ്കിൾ, ഹൗ ആർ യു? ഞങ്ങൾ രണ്ടാളും ഇവിടെ സുഖമായിട്ടിരിക്കുക. നിങ്ങളോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു മോളെ. നീയും തൃശ്ശൂരും ഹാപ്പിയാണല്ലോ അല്ലേ?
വെറുതെ ഓരോന്ന് സംസാരിച്ച് നിന്നെ ടെൻഷൻ അടിപ്പിക്കുന്നില്ലല്ലോ അല്ലേ? അങ്കിൾ, തൃശ്ശൂര് കൂടെ ഉള്ളപ്പോ വേറെ എന്ത് ടെൻഷനാ? ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ അവൻ നോക്കുന്നുണ്ട്. ഞാനെന്തോ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അങ്കിൾ. എന്തായിരുന്നു? ഞങ്ങൾ ഇവിടെ ഹണിമൂണിന്റെ തിരക്കിലാണ്. ഫ്രീ ആവുമ്പോ അങ്ങോട്ട് വിളിച്ചോളാം. അല്ലല്ലല്ല, ഫ്രീ ആയിട്ട് വിളിച്ചോളാം എന്നാ പറഞ്ഞത്. ഒന്ന് പോയി അങ്കിൾ, വെറുതെ ഓരോന്ന് പറയാതെ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നേ മനസ്സിലാവുന്നില്ല. ഇത്രയും നാള് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ശിവാനി ഇപ്പൊ അടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്ന അച്ഛൻ ഇപ്പൊ നല്ല സങ്കടത്തില്ല. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? ശരി, ഞാൻ നിങ്ങളെ പിന്നെ വിളിച്ചോളാം മോളെ. ശരി അങ്കിൾ. അച്ഛാ അച്ഛാ, ഒരു മിനിറ്റ്. അച്ഛാ, എന്താ മുഖത്തൊരു ഉഷാറില്ലാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലടാ. നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വാ. ബൈ. അച്ഛാ, നമ്മളെ എന്തോ കള്ളം പറഞ്ഞ് വെറുതെ നടത്തിക്കുകയാണെന്നാ തോന്നുന്നേ. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. സാറേ, മുസ്തഫ, ആഹാ, അത് തന്നെ. നിങ്ങൾ ഞങ്ങൾ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ശരിക്കും അദ്ദേഹം എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയാം. നിനക്കെങ്ങനെ അറിയാം? നിങ്ങളുടെ പേരെന്താ? എന്താ പേരെന്താന്നാ ചോദിച്ചേ. നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? പറഞ്ഞ ജോലി ചെയ്യാൻ നോക്ക്. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ റഹ്മാനുള്ള സ്ഥലം കാണിച്ചു തരാൻ പോകുന്നില്ല. മുതലാളി, മുതലാളൊന്നും മിണ്ടാതിരുന്നേ, ഞാൻ അയാളോട് സംസാരിക്കാം. മുസ്തഫ, ഇതെന്റെ മുതലാളിയാ, ദിഗ്വിജയൻ എന്ന പേര്. കനകദുർഗയിലെ താമസം. ഞാൻ സഹായിക്കുന്ന നിൽക്കുന്ന ആളാ നന്ദീശൻ. അവരാദ്യമായിട്ടാ ഈ പരിസരത്തേക്ക് വന്നത്. അവരുടെ പേരും അഡ്രസ്സും ഒക്കെ എനിക്കറിയാം. അച്ഛാ, എനിക്കെന്തോ ഇയാളെ വിശ്വാസം വരുന്നില്ല. അവനെ ഇപ്പോ സംശയിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് പോകാം. കുറെ ദിവസമായി നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഇപ്പൊ പറയാൻ പോവാ. മോനെ, ഞാൻ ഉടനെ തന്നെ നിന്റെ കല്യാണം നടത്തിയാലോ എന്ന് ആലോചിക്കുക. ഡാഡ്, പെട്ടെന്നൊന്നും വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞു മതി. ഞങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലടാ. നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഡാഡ്, എന്താ വേണ്ടെന്ന് പറയാനാ? വേണ്ടെന്നല്ല, ഇത്ര പെട്ടെന്ന് നടത്തേണ്ട കാര്യമില്ലല്ലോ. എന്തടാ നീ ഒന്നിലും ഉറച്ചു നിൽക്കാത്തത്? എന്റെ ജീവിതം അങ്ങനെ തന്നെയല്ലേ. പക്ഷേ ഞാൻ നിങ്ങൾക്കിപ്പോ ഒരു വാക്ക് തരുവാ, ഞാൻ കല്യാണം കഴിക്കാം. ഇപ്പൊ കണ്ടില്ലടാ, ബമ്പർ ലോട്ടറി തന്നെ അടിച്ചതുപോലെ ആയില്ലേ? പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. പെട്ടെന്നൊന്നും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. 10 വർഷത്തെ കാലാവധി ഒന്നും ചോദിക്കില്ലല്ലോ അല്ലേ? നോ, കുറച്ചു കാലം കൂടെ. ഇനി ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ തയ്യാറാ. എന്താടാ അത്? ചോദിക്കില്ലേ ഡാഡ്, അതാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന സർപ്രൈസ്. ഇതെന്താ മുതലാളി, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അവൻ എന്തെങ്കിലും പറയട്ടെ. എന്തായാലും കല്യാണത്തിന് സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എത്രയും വേഗം പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. തൃശ്ശൂർ, എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നേ? എന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നില്ലേ നിനക്ക്? അറിയില്ല ശിവാനി, നീ ഒരുപാട് മാറിയിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിനക്കതിൽ സന്തോഷമില്ലേ? നഷ്ടപ്പെട്ടതെന്തോ തിരികെ കിട്ടിയതുപോലെ നിനക്ക് തോന്നുന്നില്ല അല്ലേ? ഉണ്ട്. അതും മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചോണ്ട് പറയുന്നത് എന്തിനാ തൃശ്ശൂർ? ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ചിരിക്കാൻ എനിക്ക് പേടിയാ ശിവാനി. അതെന്താ? നമ്മളിന്ന് ഒരുപാട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലേ നാളെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് സന്തോഷമൊക്കെ മനസ്സിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഈ സന്തോഷമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാ പരിപാടി? സൂക്ഷിച്ചു വെക്കാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ അതോർത്ത് സന്തോഷിക്കാലോ. അയ്യോ, ഒന്ന് നിർത്തുക തൃശ്ശൂൽ. വലിയ പണ്ഡിതന്മാരൊക്കെ പറയുന്ന പോലെയാ ചില സമയത്ത് നീ പറയുന്നത്. ഇന്ന് മുതൽ നിന്റെ പേരിലൊരു മാറ്റം വരുത്താം. വെറും തൃശ്ശൂലല്ല, തൃശ്ശൂൽ പണ്ഡിതൻ എന്ന് വേണമെങ്കിൽ ഇടാം. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒരു നിദ്രയിൽ അങ്ങനെ ഒഴുകി നടക്കുവാ ഞാൻ. എന്നുവെച്ചാ നീ കുടിച്ചിട്ടുണ്ടോ തൃശ്ശൂൽ? ഇങ്ങനെ കിറങ്ങി നടക്കാനേ കള്ളു കുടിക്കേണ്ട ആവശ്യമില്ല ശിവാനി. നിന്നെ പോലൊരു സുന്ദരിയെ കല്യാണം കഴിച്ചാൽ മതി. ജീവിതകാലം മുഴുവൻ പിന്നെ കിക്കല്ലേ. ശിവാനി പ്ലീസ്, ഇങ്ങനെ ചിരിക്കല്ലേ.
നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ ഹാർട്ട് നിന്നു എന്നുള്ള പേടിയാ. തൃശൂൽ, വണ്ടി ഒന്ന് നിർത്തോ? എന്തുപറ്റി? വണ്ടി നിർത്താനല്ലേ പറഞ്ഞത്? അല്ല, അതല്ല ശിവാനി. നിർത്ത തൃശൂൽ. പറയ്, എന്താ കാര്യം? ശിവാനി, ശിവാനി, ഒരു മിനിറ്റ്. ഇങ്ങോട്ട് ഇറങ്ങി വാ. അല്ല ശിവാനി. ഏയ് ശിവാനി, എന്തിനീ കോളറിലൊക്കെ പിടിക്കുന്നത്? തൃശൂൽ, നീ എന്താ വിചാരിച്ചിരിക്കുന്നെ? ഞാൻ ചിരിച്ചു കളിച്ച് ഓരോരോ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? ഞാൻ മരിച്ചു പോകുന്നൊക്കെയാണോ പറയുന്നത്? എന്തൊരു അഹങ്കാരം നിനക്ക്! ഇന്ന് നിന്റെ അഹങ്കാരಕ್ಕೆ തീർത്തു തരുന്നുണ്ട് ഞാൻ. ശിവാനി, പ്ലീസ്. ശിവാനി, പ്ലീസ് പ്ലീസ്, അടിക്കല അടിക്കല. ശിവാനി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, സമ്മതിച്ചു. ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ ശരിയല്ല തൃശൂൽ. തെറ്റാണ് പറഞ്ഞത്. അയ്യോ ദൈവമേ, ഭർത്താക്കന്മാരുടെ ജീവിതം എത്ര കഷ്ടമാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഞങ്ങളെ കാണാനായിട്ട് ജനിപ്പിച്ചിട്ട് വലിയൊരു വേലി കെട്ടി കളഞ്ഞല്ലോ ദൈവമേ. എന്തൊരു അന്യായത്. ശിവാനി, തെറ്റ് പറ്റിയെന്ന് പറഞ്ഞല്ലോ, വീണ്ടും അതിന്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നത്. എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇളനീര് വാങ്ങിക്കൊണ്ടോ? അടി കൊണ്ടത് എനിക്ക്, ക്ഷീണം തോന്നേണ്ടതും എനിക്ക്. ഇളനീര് നിനക്കുമല്ലേ? ശരി, ഓക്കെ, കൊണ്ടു വന്നാ പോരെ. ഇങ്ങനെ നോക്കല്ലേ. ഇളനീരിന് എത്ര ചേട്ടാ? 30 രൂപ സർ. ശരി, എന്നാ 2 എടുത്തോ. അത് നിങ്ങളുടെ ഭാര്യയാണോ? ആ, ഇപ്പൊ ഭാര്യയൊക്കെ തന്നെയാ. പക്ഷെ ഭാവിയിൽ എന്താവും അറിയില്ല. ചേട്ടാ, ഞാൻ ചോദിച്ചത് 2 ഇളനീരാ. ഭാര്യയും ഭർത്താവും അല്ലേ, ഒന്നിൽ 2 സ്ട്രോ ഇട്. അങ്ങനെയാണ് കുടിക്കേണ്ടത്. അതെ ചേട്ടാ, ഇപ്പൊ തന്നെ എന്റെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാനെങ്ങാനും ഈ ഒരെണ്ണം കൊണ്ട് അങ്ങോട്ട് പോയല്ലേ, ഇതെടുത്ത് അവൾ എന്റെ തലയ്ക്ക് അടിക്കും, സംശയമില്ല. അതല്ല ചേട്ടാ, ഒരെണ്ണം കൂടെ എടുക്കുന്നേ. അപ്പൊ ഒന്നുകൂടെ വേണമല്ലേ? ആ, ശിവാനി, എനിക്ക് വേണ്ട. വേണ്ടെന്നോ? കുറച്ചുമ്പ് വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേണ്ടെന്ന് പറയുന്നോ? അതെ, അപ്പൊ വേണോന്ന് തോന്നി. പക്ഷെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിക്ക് വേണ്ട. ശിവാനി, ഏയ്, അതെ. ഇവൾക്കിത് എന്താ പറ്റി? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന അത്ര പൈസ തന്നിട്ട് അവരെ കാണിച്ചു തരാൻ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ടല്ലോ. സത്യം പറയണം, ആരാ നിങ്ങള്? നീ ഒരുപാടങ്ങ് സംസാരിക്കുന്നുണ്ട്. നിന്നോട് പറഞ്ഞ കാര്യം മാത്രം ചെയ്യ്. ഞാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഇവിടെ വന്ന എന്റെ ആവശ്യം എന്താ?